പക്ഷേ സൂര്യകുമാർ യാദവോ അല്ലെങ്കിൽ അഭിഷേക് ശർമ്മയോ ആയിരിക്കും ടോപ്പ് സ്കോറേഴ്സ് എന്നാണ് ആരാധകർ പറയുന്നത്. എന്താണ് തലസ്ഥാനത്തെ ആരാധകരെന്ന് അവർ പറയുന്നതെന്ന് നമുക്ക് കേൾക്കാം. ഡൽഹിയിൽ നിന്ന് അരവിന്ദ് കൂടി ചേരുന്നുണ്ട്. ഇന്ത്യ ഇംഗ്ലണ്ട് സെമിഫൈനൽ പോരാട്ടത്തിന് ഇനി നിമിഷങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. എന്തായാലും ആരാധകരെല്ലാം വലിയ രീതിയിൽ ആവേശത്തിലാണ്. ഡൽഹിയിലെ ഇപ്പോൾ ഒരു ആരാധക കൂട്ടം നമ്മളോടൊപ്പം ചേരുകയാണ്. ഭയ്യ आपका नाम? मेरा नाम बबलू। कैसे देखते हैं अच्छा सेमीफाइनल मैच को? सेमीफाइनल को मैं इंडिया को जीतते हुए देखता हूँ। मेरी होप है कि इंडिया जीतेगी और इंग्लैंड भी अच्छी टीम है, मगर हमें ऐसा लगता है कि इंडिया और इंग्लैंड दोनों फाइनल की टीमें हैं और इंग्लैंड हमें ऐसा लगता है कि बहुत अच्छी टीम है और इंडिया को अपना 100% देने से ही वो विन दिखती है आज के वानखेड़े स्टेडियम में। स्कोर कौन होगा? लास्ट मैच में संजू सैमसन ने मारा, आज कौन मारेगा? आज मेरे को लगता है सूर्य कुमार यादव मारेगा। हाँ जी, क्योंकि इंग्लैंड की बॉलिंग अच्छी है, तो इसलिए मेरे को ऐसा लगता है कि पहली इंडिया की 1 या 2 विकेटें पहले जल्दी जा सकती हैं। ये आराधक നമ്മളോടൊപ്പമുണ്ട്. आपका नाम क्या है बेटा? आर्यन। आज क्या उम्मीद है आज के मैच? कितना स्कोर करेगा इंडिया आज पहले बैट किया तो? 230 के अराउंड। कौन चलेगा ज़्यादा? सबसे ज़्यादा सुमन गिल, वो क्या बोलते, अभिषेक शर्मा. अभिषेक शर्मा. अभिषेक शर्मा मेरा आराधकനാണ്. आपको क्या केस हार्दिक पांड्या आज रन 200 तक पार. ടോട്ടൽ സ്കോർ? Yeah. ഇന്ത്യ 200-ന് മുകളിൽ സ്കോർ ചെയ്യുന്നതാണ് ആരാധകരടക്കം വ്യക്തമാക്കുന്നത്. വലിയ എന്തായാലും ഈ പറഞ്ഞതുപോലെ തന്നെ വലിയ പ്രതീക്ഷയിലാണ്. തലസ്ഥാനത്തും ഇല്ലെങ്കിൽ കൊച്ചിയിലും ഒക്കെ തന്നെ ഇതേ ആവേശത്തിലാണ്. തൃപ്പൂണിത്തുറയിൽ നിന്ന് വിപിൻ കൂടി ചേരുന്നുണ്ട്. വിപിൻ, എന്താണ് കൊച്ചിക്കാർക്ക് എന്താ പറയാനുള്ളത്? കൊച്ചിയിലെ ക്രിക്കറ്റ് ആരാധകർ എന്താ പറയുന്നത്? ഈ 2020 ലോകകപ്പും ഇന്ത്യക്ക് തന്നെ എന്നുള്ള ഉറച്ച പ്രതീക്ഷയിലാണ് നമ്മൾ മലയാളികളൊക്കെ തന്നെ ഉള്ളത്. ഒരു ടീം എൻ്റെ കൂടെയുണ്ട്. നമ്മൾ ജയിക്കില്ലേ? തീർച്ചയായിട്ടും. സെമിഫൈനൽ മാത്രമല്ല, ഇന്ത്യ ഫൈനലും കപ്പടിക്കണം നമ്മുടെ എല്ലാ ആഗ്രഹം. നമ്മുടെ ടീം, നമ്മുടെ സ്വന്തം സഞ്ജു നമുക്ക് നല്ല സപ്പോർട്ടാണ്. കഴിഞ്ഞ ദിവസത്തെ മാച്ച് നമ്മൾക്കറിയാം, ഒരു ക്രൂഷ്യൽ മാച്ചിൽ സഞ്ജുവിൻ്റെ ഒരു വലിയ പെർഫോമൻസ് കാരണം നമുക്ക് ജയിക്കാൻ പറ്റി. ഇന്നും സഞ്ജുവിൻ്റെ നല്ലൊരു പെർഫോമൻസ് ഉണ്ടാകും നമ്മൾ ആഗ്രഹിക്കുന്നു. അതുപോലെ ടീം ഇന്ത്യയും ഇന്ന് നല്ല രീതിയിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് ഫൈനലിലെത്തും, ന്യൂസിലൻഡിനെ തോൽപ്പിച്ച് കപ്പ് അടിക്കണമെന്നാണ്, കപ്പ് നിലനിർത്തുന്നതാണ് നമ്മുടെ ആഗ്രഹം. അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്യും. അപ്പോൾ ഇംഗ്ലണ്ടിന് എന്തൊക്കെയാണ് അവരുടെ ഒരു പോസിറ്റീവായിട്ട് നിൽക്കുന്നത്? ഇപ്പോൾ അവരും ഇതിന് മുൻപ് 2020 ലോകകപ്പ് നേടിയ ഒരു ടീം കൂടിയാണല്ലോ. ഇംഗ്ലണ്ട് നല്ലൊരു ടീം തന്നെയാണ്. നമുക്കും നല്ല സ്ക്വാഡ് സ്ട്രെങ്ത് ഉണ്ട്. നമ്മൾ ഈ കപ്പടിക്കും. പിന്നെ നമ്മുടെ അഭിഷേക് ശർമ്മ ഫോമിലേക്ക് തിരിച്ചെത്തുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. പിന്നെ അതുപോലെ തന്നെ ബുംറ വിക്കറ്റ് നേടുമെന്നും പ്രതീക്ഷിക്കുന്നു. ഇന്ത്യ ജയിക്കും. ഇംഗ്ലണ്ടിന്റെ സ്ട്രെങ്ത് അവരുടെ ക്യാപ്റ്റൻ ബ്രൂക്ക് തന്നെയാണ്. പക്ഷേ നമുക്ക് നമ്മുടെ കയ്യിൽ നമ്മുടെ വജ്രായുധം ബുംറയുണ്ട്, വരുൺ ചക്രവർത്തിയുണ്ട്. പക്ഷേ നമ്മൾ ജയിക്കും. നമ്മുടെ ടീം തന്നെയാണ് കമ്പാരിറ്റീവ്ലി സ്ട്രോങ് ആയിട്ടുള്ള ടീം. നമുക്ക് ജയിക്കാനുള്ള നല്ല പൊട്ടൻഷ്യലും ഉണ്ട്, സാധ്യതയുണ്ട്. നമ്മൾ തന്നെ ജയിക്കും. ഇപ്പോൾ ഈ ലോകകപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3-2 എന്നുള്ള നിലയ്ക്ക് നമ്മൾ 3 കളിയിൽ ജയിച്ചിട്ടുണ്ട് ഇതുവരെ. അപ്പോൾ ഇംഗ്ലണ്ടും അതിനനുസരിച്ച് ഇപ്രാവശ്യം അവർ തോൽപ്പിച്ച് അവരും ഫൈനലിലേക്ക് നേടാൻ വേണ്ടിയിട്ട് അവരും എല്ലാ വജ്രായുധങ്ങളും അവരും പുറത്തിറക്കും അല്ലേ? അതെ അതെ അതെ, തീർച്ചയായിട്ടും നല്ലൊരു ടീമാണ് ഇംഗ്ലണ്ട്. ഓൾറൗണ്ടേഴ്സ് ഒരുപാടുള്ളൊരു ടീമാണ് ഇംഗ്ലണ്ട്. അവരെല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു ടീമാണ്. അപ്പോൾ അവരെ തോപ്പിച്ച് കയറുന്നത് നല്ലൊരു ടാസ്ക് തന്നെയാണ്. എന്നാലും കുഴപ്പമില്ല, നമ്മുടെ ടീം അതിനേക്കാൾ മേലെ കളിക്കും. അതെ. മുംബൈയിലേക്ക് പോകാൻ എന്തെങ്കിലും ശ്രമം നടത്തിയിരുന്നോ ഈ കളി കാണാൻ? ഞങ്ങൾക്ക് ഇന്ന് ഇവിടെ മാച്ച് ഉള്ളതുകൊണ്ട് നമുക്ക് നമ്മുടെ മാച്ചാണ്. അപ്പോൾ അങ്ങനെ ഇനി ആവേശ പോരാട്ടത്തിലേക്ക് 2 മിനിറ്റുകൾ മാത്രം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.